ചളിയും തെറിപ്പിക്കുന്ന കേട്ടാ നീ. കാലത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചെക്കൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഇതാ വാ വാ, കുഴപ്പമില്ല, ഇന്നിപ്പം വന്നില്ലേ, വാ. സംഭവം നമ്മളെ ചെക്കൻ്റെ ഒരു പൊന്നാനുള്ള പരിപാടിയാണ്. അതായത് നമ്മുടെ ദീപക്ക് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാ വരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ഒരു 10-20 കൊല്ലത്തിന് മുകളിലായിട്ട് ഫ്രണ്ട്സാണ്. ചെറുപ്പം തൊട്ടേ ലൈക്ക് ഞാൻ, രാഹുൽ, ദീപക് എല്ലാവരും കുറേ കാലമായിട്ട് ഫ്രണ്ട്സാണ്. സോ ഇന്ന് അവൻ്റെ ലൈക്ക് ലവ് മാരേജ് തന്നെയാണ്, പക്ഷെ വീട്ടിലെല്ലാവരും ഉറപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വീട്ടിൽ പോകുന്നുണ്ട്, ലൈക്ക് ഒരു ഫോർമാലിറ്റിക്കായിട്ട്. സോ അതിൻ്റെ വിശേഷങ്ങളാണെന്ന്. നമ്മുടെ പിള്ളേരൊക്കെ ഓൺ ദ വേ ആണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ചെക്കൻ്റെ അവിടെ റെഡിയാകാൻ വേണ്ടി വന്നിട്ട് വീട്ടിൽ തിരക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ഒരുക്കിയിട്ട് എന്താ വെച്ചാൽ നോക്കാം. ഓക്കെ, അത് മതി. ഇല്ലല്ല, താഴത്തൊന്നും എടുക്കില്ല. എല്ലാം റെഡിയാ വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു മുഖമാണിത്. നമ്മൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അഭിനയിക്കണോ ക്യാമറ ഉണ്ടപ്പോൾ അവിടെ നിന്നിട്ട് അതൊക്കെ കേൾക്കണ്ടാ. അതാണ് നമ്മളെ കല്യാണം. ഇത് മാമന്റെ ആദ്യത്തെ കല്യാണോ? അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്, ആദ്യത്തേതും അവസാനത്തേതും. അപ്പൊ നമ്മള് 2 ദിവസം മുമ്പ് പോയി ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു. ചെക്കൻ ഡ്രസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. കുറെ നേരമായി ഉള്ളിൽ പേടിയും പോകാൻ കേൾക്കണ്ടല്ലേ. ട്രയൽ ചെയ്തൊന്നുണ്ട്. എടാ അത് കുഴപ്പമില്ല, ഫിറ്റാണ്. ചെക്കനൊരു നേവി ബ്ലൂ ഷർട്ടും ഒരു ബേജിന്റെ ലിനൻ പാൻറ്റുമാണ് ആളുടെ. എന്താണ് ഫസ്റ്റ് ടൈം ആയിട്ട് പെണ്ണ് കാണാൻ പോകുന്നത്? അപ്പൊ എന്താ അഭിപ്രായം? എന്തൊക്കെയോ പറയാൻ വന്നു. നീ പോട്ടെ, അത് 18+ ആയതുകൊണ്ട് പോയത്. ഏത് പോട്ടെ, ശരി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലെന്ന് തോന്നുന്നു, ഫീലിംഗ് എന്താണ് അത് പറ. നല്ല ടച്ച് ഉണ്ടല്ലേ അമ്മ ക്യാമറ പിടി. ഒരാൾ അപ്പുറത്തോളം. പക്ഷെ റോഡ് ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങനെയൊക്കെ എടുക്കണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങനെയൊക്കെ വീഡിയോയിലൊന്നും പറഞ്ഞല്ലേ സിമ്പിള് ചോദിക്കണേ. ഇനി ചെക്കൻ വികലാക്കി എല്ലാം ഹെൽപ്പ് ചെയ്യണം. എന്തൊക്കെയാ പറയുന്നത്? അല്ല, എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കരുത്. 1 തൊട്ടാ 3 എന്നാണ്. റെഗുലേറ്ററിന്റെ ഭാഗത്ത് മാത്രം എന്തോ ഫിൽറ്റർ ഇട്ട പോലെ. അതി തുറണ്ട. പെണ്ണ് കാണാൻ പോണു, മണിയണ്ടിട്ട് റെഡി ആവണോ? റെഗുലേറ്റർ എന്തിനാ ഇങ്ങനെ റെഡി ആവണമെന്ന് അറിയാത്ത പൗഡറൊക്കെ. അതാണ് ഞാൻ പറഞ്ഞ വീഡിയോയില്. ഗായ്സ്, അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ എൻഗേജ്മെന്റിന് വന്നിട്ട് നല്ല മഴയത്ത് ലോക്കായി. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയിട്ടില്ല, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മറ്റേ കല്യാണ ചെക്കനല്ല, എൻഗേജ്മെന്റ് ചെക്കൻ്റെ എൻഗേജ്മെന്റ് ആകുമ്പോൾ ചെക്കൻ്റെ വീട് പോലും എത്തിയിട്ടില്ല. അതിന് ലോക്കായി. ആരാണിത്? മഴ ഫുള്ളും കൊണ്ട് നീക്കൊരു കിടിലൻ വീഡിയോ എടുത്തരാ നമ്മള്. നല്ലതെത്തി, കാരണവരെത്തി. എല്ലാ കാര്യങ്ങളും ചെക്കൻ മുമ്പിൽ. രാവിലെ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടാ. പക്ഷെ നിങ്ങൾക്ക് മെയിൻ അറിയില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്, അതറിയില്ലേ? നമ്മുടെ പേര് ഫോളോ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യും. ചെക്കൻ തന്നെ പറയണ റീൽ എടുക്കണമെന്ന്. എടുത്തിരിക്കും. ടെൻഷനൊക്കെ മാറിയാ? ടെൻഷൻ മാത്രമേ ഉള്ളൂ ചേട്ടാ, താല്പര്യമില്ലാതേ ഉള്ളൂ. ഇങ്ങനത്തെ റീൽ, എനിക്ക് ഇങ്ങനത്തെ റീൽ എടുത്തരാ. ഈ ഷൂട്ടൊക്കെ വരുന്നത്
റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മഴ കഴിഞ്ഞ് ഇവിടെ എത്തി. മഴ കഴിഞ്ഞിട്ടില്ല, മഴയിൽ തന്നെ ഇവിടെ എത്തി. സുന്ദരനാവുന്നതാണ് ഉള്ളിൽ വളരെ സന്തോഷവും ഉള്ളിൽ വളരെ സന്തോഷവും 10 വർഷത്തെ സന്തോഷം, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോ ഇതാ ചെറുക്കന്റെ നേവി ബ്ലൂ ഷർട്ടും ബേജിന്റെ പാന്റ് കൊറേ തപ്പിട്ട് കിട്ടിയെന്ന് പറയണേ. ഇത് നേരെ ഓപ്പോസിറ്റ് രാവിലെ. ദീപക്ക് എത്ര മണിക്കൂർ തപ്പിട്ട് കിട്ടിയത്? മണിക്കൂർ ഉച്ചക്ക് പോയി ആരൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയതാ? ഞങ്ങള് 3 പേര് ബിരിയാണി പറഞ്ഞപ്പോ ക്ഷമയോടെ ഇരുന്നു അല്ലേ? അടുത്ത നൈക്കിന്റെ ഷൂ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കൊടുത്ത് വാങ്ങിച്ചു. അപ്പൊ എത്രയാവുന്നത് ഗസ് ചെയ്യാം. അവിടുത്തെ ചായ കൊടുക്കുന്നതിന്റെ മുമ്പ് ദീപക്ക് സോക്സൊക്കെ എന്തിനാണ് കൈ വറക്കിട്ട് നോക്കാനോ? ഇല്ല, ഉളി വിറയ്ക്കും. അവിടെ പോയാ കാണാം. എന്ന് ഇപ്പൊ ഒന്നുമല്ല ടെൻഷൻ, കല്യാണത്തിന് താഴെ മണ്ഡപത്തിൽ ഇരിക്കില്ലേ? എക്സ്പീരിയൻസ് ഉള്ള തൊണമാപ്പിളേന് അല്ല ആരിയ്ക്കുന്ന അടുത്ത് പറഞ്ഞ എല്ലാം ഒരുമിച്ചിരിക്കാനാ? ഒരേ ആഗ്രഹം അല്ല, ഒരു മനുഷ്യൻ പല ആൾക്കാരും ഇല്ലേ? ഈ സോക്സ് ഒന്നും ഞാൻ ഇടില്ല. ആവശ്യമില്ലല്ലോ, അതാണ് ആവശ്യമില്ലല്ലോ. 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. ഇനിയിപ്പോ എന്താണോ ധോണി പബ്ലിക് സ്കൂളിൽ എത്തി ഇതാ കമ്പ്യൂട്ടർ മൊത്തമായിരിക്കും. ലൈവ് അയച്ചിട്ടുണ്ടാ? മുല്ലപ്പൂ വാങ്ങിച്ചൂട്ടാ. എത്ര രൂപ ഒരു മുഴ? എത്ര രൂപയല്ല? 60 110 റുപ്യ ഇത് വാങ്ങിച്ചത്. കല്യാണ സീസൺ പെട്രോളെ ദൂരം പണ്ടത്തെ സത്യമില്ല. കിലോ 2500 റുപ്യ എത്ര? കുറച്ച് പറഞ്ഞില്ലേ സന്തോഷം കണ്ടോ? പുതിയ ഷൂ ലൂസ് ആയി കിട്ടോ? ടെൻഷൻ ആയിട്ടാണ്. കാതൽ ടെൻഷൻ കാതൽ കരുതൽ അടിയായ സ്ത്രീനായിരുന്നു. അതിന് പോയി ചായ മെയിനാണ് കട്ടനെ വിളിച്ചത് നമ്മള്. അയ് മച്ചന്റെ ഏരിയാണത്, മച്ചന്റെ ഏരിയാണത്. എല്ലാത്തിനും മാറുന്നു. ഞാൻ ബൊക്കെ കൊടുക്കുന്നത് ഷോർട്ടി വരട്ടാ. ചോദിക്കും ആരെ തൊട്ടെന്ന് റെഡിയല്ലേ? റെഡി. സുരണെന്താ പറന്നു വന്നോണ്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്യണല്ല രാഹുൽ വണ്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പോകാനുള്ള വണ്ടികളാണ്, ഈ 3 വണ്ടികളാണ്. ചെറുക്കൻ എപ്പ പോണു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചെറുക്കന്റെ വീട്ടുകാര്. ഇപ്പൊ എല്ലാരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. 2 hours later. നമ്മുടെ സൂര്യേട്ടൻ സൂര്യൻ ചെറുപ്പശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്.
ഇവരുടെ എപ്പ ഇറങ്ങി അവര് എന്താ പറയണ്ട ഇവക്ക് എന്തത് അവൾക്കുള്ള ഗിഫ്റ്റാ ഇതാ സ്വന്തം ആൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് നോക്കി ചിരിച്ച മുഖത്തോടെ കഴി പറഞ്ഞു കൊടുക്കിട്ടോ ഉറങ്ങണ്ട. ഇതിലാരൊക്കെ ഇരുന്ന് പിള്ളേരുണ്ടോ? ഒരാൾ മതി, അമ്മ അവനൊന്ന് ഫുള്ളാക്കിട്ടാ. അപ്പൊ ഗൈസ് ഇപ്പൊ എല്ലാരും കേറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങല്ലേ എടാ സീരൊക്കെ വണ്ടി എടുക്ക് തിരിക്കി ഗൈസ് പോവല്ലേ ഞങ്ങൾ പോയി പെണ്ണ് അവിടെ ഒത്തിരി ബാക്കിയാണ്. ഓക്കെ let's go guys. പോ വിട്ടോ അപ്പോൾ നമ്മളിതാ എത്തിയിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടിൻ്റെ ഇവിടെ എത്തി. ഇവക്കെ ഓക്കെ അല്ലേ? ഭയങ്കര നെർവസ് ആണ് തോന്നുന്നു. അയ്യോ കാതൽ പതട്ട വേരൊന്നും ഇല്ല. മൊത്തം ആൾക്കാരെ പാനിക് ആവും. പോകണ്ടല്ലോ. അതാ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. രാജേട്ടൻ എന്താ പറയാനുള്ളത്? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. കല്യാണം കഴിഞ്ഞവർക്ക് ഇതേ പറയുന്നത്. ഇതാണ് അതെന്താ ലൈറ്റ് മാറി